Welcome back to the channel. നമുക്കിനി നോക്കാനുള്ളത് KTU S6 CSEയുടെ ഇമ്പോർട്ടൻറ്റ് കോർ പേപ്പറായ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ മോഡ്യൂൾ 1ൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ജസ്റ്റ് എന്തൊക്കെ ഇൻപുട്ട് ഡിവൈസസിനെ പറ്റിയും ബേസിക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ നോക്കിയത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു ഡിസ്പ്ലേ ഡിവൈസസിൻ്റെ അകത്ത് കാഥോഡ് റേ ട്യൂബിനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു അല്ലേ. കാഥോഡ് റേ ട്യൂബിൻ്റെ, അതായത് റിഫ്രഷ് കാഥോഡ് റേ ട്യൂബിൻ്റെ വർക്കിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഡിസ്പ്ലേ ഡിവൈസസിൽ വരുന്ന ഒരു ഡിവൈസാണ് എന്ത്, കാഥോഡ് റേ ട്യൂബ്. അത് നമുക്കറിയാം. മെയിനായിട്ട് ഒരു ഡിസ്പ്ലേ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മളൊരു വിഷ്വലായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിക്കോട്ടെ, ഒരു ഇമേജ് ആയിക്കോട്ടെ, നമുക്കത് വ്യൂ ചെയ്യാനായിട്ട് നമുക്കവിടെ എന്ത് വേണം, ഒരു ഡിസ്പ്ലേ ഡിവൈസ് വേണം. ഒരു മോണിറ്ററോ ഒരു സ്ക്രീൻ, അതൊക്കെ എന്താണ്, ഒരു ഡിസ്പ്ലേ ഡിവൈസസ് ആണല്ലേ. ആ മോണിറ്ററിലോ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിലോ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കാം. കാഥോഡ് റേ ട്യൂബ്, CRT. So the primary output device in a graphics system is a video monitor. അപ്പോൾ നമുക്കറിയാം ഒരു ഗ്രാഫിക് സിസ്റ്റം, അത് TV ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഏതൊരു ഗ്രാഫിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലൊക്കെ മെയിൻ ആയിട്ടുള്ള വിഷ്വൽ ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് ഒരു സ്ക്രീൻ, വീഡിയോ മോണിറ്ററിലായിരിക്കും അവരുടെ ഔട്ട്പുട്ട് വരുന്നത് അല്ലേ. സോ ഒരു CRT അല്ലെങ്കിൽ ഒരു കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ട്യൂബാണ്. മെയിൻലി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടു ഡിസ്പ്ലേ ദ ഇലക്ട്രിക്കൽ ഡേറ്റ, ഒരു ഡിസ്പ്ലേ വിഷ്വൽ ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ട്യൂബാണ് എന്ത്, കാഥോഡ് റേ ട്യൂബ് എന്ന് പറയാം. സോ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എ കാഥോഡ് റേ ട്യൂബ് ഈസ് എൻ ഇലക്ട്രിക്കൽ ട്യൂബ് ഡിസൈൻഡ് ടു ഡിസ്പ്ലേ ദ ഇലക്ട്രിക്കൽ ഡേറ്റ. ഇലക്ട്രിക്കൽ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ട്യൂബാണ് എന്ത്, കാഥോഡ് റേ ട്യൂബ്. മെയിനായിട്ട് നമ്മൾ CRTയിൽ 4 മേജർ കമ്പോണൻസ് ആണ്, 4 മേജർ പാർട്സ് ആണ് ഒരു CRTയിലുള്ളത്. ഫസ്റ്റ് വൺ ഇലക്ട്രോൺ ഗൺ, ഫോക്കസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്, ഇവാക്യുവേറ്റഡ് ഗ്ലാസ് എൻവലപ്പ്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ CRTയുടെ ഫിഗർ ഡയഗ്രാം നോക്കൂ. സോ ഇതിൽ നമുക്കൊരു കണക്റ്റീവ് പിൻസ് കൊടുത്തിട്ടുണ്ട് വിത്ത് കണക്റ്റഡ് ടു ബേസ്. ഇലക്ട്രോൺ ഗൺ, മേജർ 4 കമ്പോണൻസ് ആണ്. ഇലക്ട്രോൺ ഗണ്ണ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ ഗണ്ണിനും ഫോക്കസിംഗ് സിസ്റ്റത്തിന് ഇടയ്ക്കായിട്ടൊരു കൺട്രോൾ ഗ്രിഡ് വോൾട്ടേജ് ഉണ്ട്, വോൾട്ടേജ് കൺട്രോളിങ്ങിന് വേണ്ടി. അത് കഴിഞ്ഞ് ഒരു ഫോക്കസിംഗ് സിസ്റ്റം, ദെൻ ഒരു ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്, X ഡിഫ്ലക്റ്റും Y ഡിഫ്ലക്റ്റും ഉള്ള ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഫോസ്ഫർ സ്ക്രീൻ. സോ ഇതാണ് കാഥോഡ് റേ ട്യൂബിൻ്റെ കമ്പോണൻസ്. ഓക്കെ, ഇത് കഴിഞ്ഞ് എങ്ങനെ വർക്കിംഗ് എന്താണെന്നും പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് നമുക്കിവിടെ ഒരു ഇലക്ട്രോൺ ഗൺ കൊടുത്തിട്ടുണ്ടല്ലേ. ഈ ഇലക്ട്രോൺ ഗണ്ണിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത് കാഥോഡ് റേസ് അല്ലെങ്കിൽ ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ്, ഇവിടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കാഥോഡ് റേസ് ആണ്. ഈ കാഥോഡ് റേസ് എമിറ്റ് ചെയ്യുക, അതാണ് ഇലക്ട്രോൺ ഗണ്ണിൻ്റെ മെയിൻ റോൾ. സോ ഇലക്ട്രോൺ ഗൺ എന്ത് ചെയ്യും, കാഥോഡ് റേസ് എമിറ്റ് ചെയ്യും. ഈ കാഥോഡ് റേസ് എവിടെ വന്ന് തട്ടും, കൺട്രോൾ ഗ്രിഡ് വോൾട്ടേജ് വഴി ഫോക്കസിംഗ് സിസ്റ്റത്തിൽ പാസ്സാവും, ഫോക്കസിംഗ് സിസ്റ്റത്തിലൂടെ പാസ്സാവും. ഫോക്കസിംഗ് സിസ്റ്റം മെയിനായിട്ട് ഓരോന്നിൻ്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം നമ്മൾ ഫോക്കസിംഗ് സിസ്റ്റത്തിലൂടെ കാഥോഡ് റേസ് പാസ് ചെയ്തതിന് ശേഷം എവിടെ പോകും, ഡിഫ്ലക്റ്റിംഗ് പ്ലേസ് ആയ X ഡിഫ്ലക്റ്റിലും Y ഡിഫ്ലക്റ്റിലൂടെയും കടന്നു പോയിട്ട് ഈ ബീം ഓഫ് ലൈറ്റ് എവിടെയാണ് വന്ന് സ്ട്രൈക്ക് ആവുന്നത്, നമ്മുടെ ഈ ഫോസ്ഫർ കോട്ടഡ് ആയിട്ടുള്ള സ്ക്രീനിൽ വന്ന് സ്ട്രൈക്ക് ആവും. ഇതാണ് കാഥോഡ് റേ ട്യൂബ്. ഓക്കെ അല്ലേ. അതിൻ്റെ ഒരു വർക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ള. എ ബീം ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് കാഥോഡ് റേസ് എമിറ്റഡ് ബൈ ആൻ ഇലക്ട്രോൺ ഗൺ passes through the focusing and deflection system that direct the beam towards the specified positions on the phosphor coated screen. Okay അല്ലേ. ഇനി എന്താ ആ ഒരു റേ പോകുന്നതാണ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ഇലക്ട്രോൺ ഗണ്ണാണ് ഈ ഇത്രയും ഭാഗം. ഇലക്ട്രോൺ ഗണ്ണിൻ്റെ അകത്ത് 2 പോർഷൻസ് ഉണ്ട്, ഹീറ്റിംഗ് ഫിലമെൻറ്റും ഉണ്ട്, കാഥോഡും ഉണ്ട്. ഇലക്ട്രോൺ ഗണ്ണിൻ്റെ പ്രൈമറി കമ്പോണൻസ് ആണ് ഹീറ്റിംഗ് ഫിലമെൻറ്റും കാഥോഡും. ഈ ഹീറ്റിംഗ് ഫിലമെൻ്റ് ആയിരിക്കും കാഥോഡ് റേസ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ആവുന്നത്. ഈ പോകുന്ന കാഥോഡ് റേസ് ഫോക്കസിംഗ് സിസ്റ്റത്തിൽ വഴി കടന്നുപോയി വെർട്ടിക്കൽ ഡിഫ്ലക്ഷനും അതുപോലെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷനും കൂടെ പോയിട്ട് എവിടെ വന്ന് ആ ഇലക്ട്രോൺ ബീം എവിടെ വന്ന് ടച്ച് ആവും, ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ വന്ന് ടച്ച് ആവും. ഈ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിലാണെങ്കിൽ കുറേ സ്മോൾ പോർഷൻസ് ഉണ്ട്. ആ സ്മോൾ പോർഷൻസിൽ ഒരു ബീം ഓഫ് സ്മോൾ ലൈറ്റ് വെച്ചിട്ടാണ് നമുക്കത് ഡിസ്പ്ലേ വ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് ഇലക്ട്രോൺ ഗൺ ഇൻ എ CRT ആർ ഹീറ്റഡ് മെറ്റൽ കാഥോഡും കൺട്രോൾ ഗ്രിഡും ആണ് ഒരു ഇലക്ട്രോൺ ഗണ്ണിൻ്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് വരുന്നത്. ഇവിടെ ഹീറ്റ് മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫിലമെൻറ്റിൽ കൂടെ ആയിരിക്കും. ഓക്കെ, ഹീറ്റിംഗ് ഫിലമെൻ്റ് ഉണ്ട്. ആ ഹീറ്റിംഗ് ഫിലമെൻറ്റ് വരെയാണ് ഹീറ്റ് സപ്ലൈ ആവുന്നത്. ഓക്കെ,
ഇനി എന്താണ് ഫോക്കസിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ റോൾ എന്ന് നോക്കിയാൽ ഫോക്കസിംഗ് സിസ്റ്റം ഇൻ എ CRT ഈസ് നീഡഡ് ടു ഫോഴ്സ് ഇലക്ട്രോൺ ബീം ടു കവറേജ് ഇൻറ്റു എ സ്മോൾ സ്പോട്ട് അറ്റ് ഇറ്റ് സ്ട്രൈക്സ് ദ ഫോസ്ഫർ. അതായത് ഫോക്കസ് ചെയ്യുക, അതായത് ഈ ഒരു ഇലക്ട്രോൺ ബീം നമ്മൾ ഈ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് എമിറ്റ് ആവുന്നില്ലേ, അതിൻ്റെ ആ ഒരു സ്മോൾ സ്പോട്ട് ഫോസ്ഫറിൽ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫോഴ്സ് ചെയ്ത് ആ ഒരു ഫോക്കസ് ചെയ്യുക, ആ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഫോസ്ഫറിൽ സ്മോൾ സ്പോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫോക്കസിംഗ് സിസ്റ്റം. ഓക്കെ, ആ ഒരു ഫോസ്ഫർ കോട്ടിലെ സ്പെസിഫിക് ലൊക്കേഷൻസിൽ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫോക്കസിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ.